സത്യത്തിൽ അപ്പുറത്തിരിക്കുന്ന ആളുകളെ ഓർത്ത് ഞങ്ങൾക്ക് അല്പം ദുഃഖമുണ്ട്, ചെറിയ സഹതാപമുണ്ട്. അതിന് മുമ്പൊന്നും നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു, നിങ്ങളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയായിരുന്നു. ഇന്ന് ഈ പ്രദേശത്ത് 26 സീറ്റിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ആത്മപരിശോധന നടത്തണം. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത് എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറരുത്. ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾ പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തപ്പോൾ. ഞങ്ങൾക്ക് അത് തെരഞ്ഞെടുപ്പ് വരെ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിപ്പോ സമാധാനമാണ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അദ്ദേഹം ഇനിയുള്ള എല്ലാ കാലത്തും ആ കസേരയിൽ തുടരട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കാൻ വേണ്ടി കൂടി ആഗ്രഹിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് കേരളത്തിന് അപകടമാണ്. കാരണം മുൻപില്ലാത്ത ചില ഭീഷണികൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഈ സഭാതലത്തിലടക്കം. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. അതിന് നഷ്ടപ്പെട്ടു പോയ കുത്തൊഴുക്കുകളെ നിങ്ങളിൽ നിന്ന് ചോർന്നുപോയ നിങ്ങളുടെ ജനപിന്തുണ തിരിച്ചു പിടിക്കാനുള്ള ഒരു എളിയ പരിശ്രമമെങ്കിലും നിങ്ങൾ നടത്തണം. അധികാരവും പ്രതാപവും ഒക്കെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, തെറ്റുകൾക്ക് നേരെ വിരച്ചുവിടാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ ആ ഉത്തരവാദിത്തം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്വന്തം അണികൾക്ക് വേണ്ടി ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് സർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.